അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും അമ്പാൻ അമ്പാൻ എന്നുള്ളൊരു ആളുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്, ഐ മീൻ ത്രൂ ഔട്ട് ഒരു മൂവിയില്? ആള് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചേഞ്ച് ആണ്. നമ്മള് കണ്ട ഒരാളേ അല്ല. ഇപ്പം ആവേശത്തിലാണെങ്കിലും ഇപ്പൊ പൊന്മാന്റെ പോസ്റ്റേഴ്സ് പൊന്മാൻ കണ്ടവർക്ക് അറിയാം, ഭയങ്കര വേറെ തന്നെ ലുക്കിലാണ് അതെ ആളുള്ളത്. പക്ഷെ അതെ. പൈങ്കിളിയിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു വേറൊരു ആള്, അങ്ങനെയാണ് അതിനകത്തുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് സഞ്ജയ് ചേട്ടൻ. ഞാൻ ആവേശം ചെയ്യുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ മുന്നേ കണ്ടിട്ടുണ്ട്. ജാനേമൻ, ചുരുളി, അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്പാനാണ് ഭയങ്കര, അതെ ഞങ്ങളെല്ലാത്ത് കൊള്ളാം എന്ന് ശ്രദ്ധിക്കുന്നത് ആവേശത്തിലാണ്. അതെ. അപ്പം ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറാണ്. ആളുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ ആളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത്? അതെ ഭയങ്കര അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കോ, അങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ് ആളുടെ സ്ക്രീൻ, ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാള്. നമ്മളിപ്പം സീൻ സംസാരിക്കുമ്പോഴാണെങ്കിലും ആ, ഒരു സീനിനെ ഇരുന്ന് സംസാരിച്ച് 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 ജിത്തു ചേട്ടനും റൈറ്റർ പ്രൊഡ്യൂസറാണ് ജിത്തു, അത് ആവശ്യത്തിന് അതെ ഡയറക്ടർ അതെ. ജിത്തു ചേട്ടനും ശ്രീജിത്ത് ചേട്ടനും നമ്മളൊക്കെ ഇരുന്ന് ഒരു സീൻ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് അതിങ്ങനെ പോയി പോയി അത് വലുതായിട്ട് അങ്ങ് പോകും. അങ്ങനെ അപ്പൊ എല്ലാരും കൂടി ഒരു ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇംപ്രവൈസേഷൻസ് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ആ പടത്തില്. പിന്നെ അടിപൊളി. ഒരു സീനിനെ നമ്മള് ഒരു പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു സീനെ വലുതാക്കി അങ്ങെത്തും. അത്രയും നമ്മള് അങ്ങനെയാണ് ഓരോ സീനും ചെയ്തുകൊണ്ട് തന്നെ. ഉം. അപ്പം ഭയങ്കര രസമാണ് ആളുടെ കൂടെ അഭിനയിക്കാൻ. എന്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്.